Dear students, welcome to CE 303 Structural Analysis 2 class. Now we are discussing Module 3 Moment Distribution Method. So next നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കണ്ടിന്യൂസ് ബീം വിത്ത് സിങ്കിങ് ഓഫ് സപ്പോർട്ട്സ് ആണ്. ഇപ്പോൾ ഏതെങ്കിലും സപ്പോർട്ട് സെറ്റിൽമെന്റ് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡിലും ത്രീ മൊമെന്റ് ഇക്വേഷനിലൊക്കെ നമ്മൾ സെറ്റിൽമെന്റിന്റെ കേസസ് പറഞ്ഞിട്ടുണ്ട്. സോ മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിൽ സെറ്റിൽമെന്റ് ഓഫ് സപ്പോർട്ടിന്റെ എഫക്റ്റ് എങ്ങനെയാണ് വരുന്നതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ കണ്ടിന്യൂസ് ബീം വിത്ത് സിങ്കിങ് ഓഫ് സപ്പോർട്ട്സ്. So consider a continuous beam ABC. This is support B, and the support B is settled by delta. The support B is settled down by amount delta is shown in figure. So ഇവിടെ support B എന്നുള്ളത് delta amount settle ചെയ്തിട്ടുണ്ട്. So support A യും C യും ഒരേ ലെവലിലാണ്. support B delta amount settle ചെയ്തിട്ടുണ്ട്. So നമ്മൾ മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിൽ ഈ സെറ്റിൽമെന്റിന്റെ എഫക്റ്റ് ആഡ് ചെയ്യുന്നത് ഫിക്സഡ് ആൻഡ് മൊമെന്റിന്റെ ഇക്വേഷനിലാണ്. നമ്മൾ എക്സ്റ്റേണൽ ലോഡ് കാരണമുള്ള ഫിക്സഡ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടല്ലോ ഫസ്റ്റ് സ്റ്റെപ്പിൽ. സോ നമ്മൾ ഈ ഒരു സെറ്റിൽമെന്റ് കാരണമുള്ള ഫിക്സഡ് ആൻഡ് മൊമെന്റ് കണ്ടുപിടിക്കും. അത് നമ്മൾ ഈ ഒരു മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിലെ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടുള്ള എക്സ്റ്റേണൽ ലോഡ് കാരണമുള്ള ഫിക്സഡ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സെറ്റിൽമെന്റ് കാരണമുള്ള ഫിക്സഡ് മൊമെന്റ് അതിന്റെ കൂടെ ആഡ് ചെയ്യും. ഓക്കെ, സോ ഇവിടെ നമ്മൾ എ ബി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, എ ബി എന്ന് പറഞ്ഞ സ്പാൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിൽ സപ്പോർട്ട് ആയിട്ടുള്ള ബി ആണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇവിടുത്തെ മൊമെന്റ് വാല്യൂ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. ഇവിടുത്തെ ഫിക്സഡ് മൊമെന്റ് ആന്റി ക്ലോക്ക് വൈസ് ആണ്, ദാറ്റ് ഈസ് മൈനസ് വാല്യൂ വരും. നമ്മൾ മൊമെന്റ് എടുക്കുമ്പോൾ മൈനസ് വാല്യൂ ആണ് വരിക, ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ ഇഫ് ദ റൈറ്റ് ഹാൻഡ് സൈഡ് സപ്പോർട്ട് ഈസ് സെറ്റിൽ, then the fixed moment m of AB is equal to minus 6 EI delta by L1 square. Here the length of the span is L1. AB യുടെ length L1 ആണ്, BC യുടെ length L2 ആണ്. So here m of AB is equal to minus 6 EI delta by L1 square. ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡ് സപ്പോർട്ട് സെറ്റിൽ ചെയ്തിട്ടുള്ളത്. സോ നമ്മുടെ ഫിക്സഡ് മൊമെന്റ് വാല്യൂ ഉള്ളത് നെഗറ്റീവ് ആണ് വരിക. അതുകൊണ്ടാണ് ഇവിടെ minus 6 EI delta by L1 square. നെഗറ്റീവ് സൈൻ വന്നത് ആന്റി ക്ലോക്ക് വൈസ് ആയതുകൊണ്ടാണ്. സോ എ ബി കൺസിഡർ ചെയ്യുകയാണെങ്കിലും ബി എ കൺസിഡർ ചെയ്യുകയാണെങ്കിലും നെഗറ്റീവ് ആണ് വരിക, ആന്റി ക്ലോക്ക് വൈസ് ആണ്. സോ m of AB is equal to minus 6 EI delta by L1 square and m of BA also is equal to minus 6 EI delta by L1 square. m of AB ആണെങ്കിലും m of BA ആണെങ്കിലും നെഗറ്റീവ് വാല്യൂ ആണ് വരിക, minus 6 EI delta by L1 square ആണ് ഇതിന്റെ വാല്യൂ. രണ്ടും ആന്റി ക്ലോക്ക് വൈസ് ആണ്, അതുകൊണ്ടാണ് ഇവിടെ നെഗറ്റീവ് സൈൻ വന്നത്. ഇനി നമ്മൾ കൺസിഡർ ബി സി, സ്പാൻ ബി സി കൺസിഡർ ചെയ്യുമ്പോൾ സ്പാൻ ബി സിയിൽ ബി എന്ന് പറഞ്ഞ സപ്പോർട്ടാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സപ്പോർട്ടാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. ഇഫ് ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സപ്പോർട്ടാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നതെങ്കിൽ ഫിക്സഡ് ആൻഡ് മൊമെന്റ് ക്ലോക്ക് വൈസ് ആയിട്ടാണ് ആക്ട് ചെയ്യുക. വാല്യൂ 6 EI ഡെൽറ്റ ബൈ എൽ സ്ക്വയർ. വാല്യൂന് ചേഞ്ച് ഒന്നുമില്ല, ബട്ട് ദ ഡയറക്ഷൻ ക്ലോക്ക് വൈസ് ആണ്. സോ ബി സിയിലെയും സി ബിയിലെയും ഫിക്സഡ് ആൻഡ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ രണ്ടും പോസിറ്റീവ് വാല്യൂ ആണ് വരിക, കാരണം ക്ലോക്ക് വൈസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ ഹിയർ m of BC is equal to 6 EI delta by L2 square and m of CB is equal to 6 EI delta by L2 square. സോ നമ്മൾ നോക്കേണ്ടത് ഇതാണ്, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആണോ റൈറ്റ് ഹാൻഡ് സൈഡ് ആണോ സെറ്റിൽ ചെയ്തിരിക്കുന്നത് നോക്കാം. റൈറ്റ് ഹാൻഡ് സൈഡ് സെറ്റിൽ ചെയ്തിട്ടുള്ളത് എ ബി കൺസിഡർ ചെയ്യുമ്പോൾ ബി ആണ് റൈറ്റ് ഹാൻഡ് സൈഡ് സപ്പോർട്ട്. ഇവിടെ ബി ആണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് റൈറ്റ് ഹാൻഡ് സൈഡ് സപ്പോർട്ട് സെറ്റിൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫിക്സഡ് മൊമെന്റ് ഡ്യൂ ടു സെറ്റിൽമെന്റ് വിൽ ബി minus 6 EI delta by L1 square. m of AB എടുക്കുകയാണെങ്കിലും m of BA എടുക്കുകയാണെങ്കിലും minus 6 EI delta by L1 square ആണ് വരിക. സോ ബി സി കൺസിഡർ ചെയ്യുമ്പോൾ ബി എന്നുള്ള സപ്പോർട്ട് ആണല്ലോ ഇവിടെ സെറ്റിൽ ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സപ്പോർട്ട് ആണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. Therefore the fixed moment due to settlement is equal to 6 EI delta by L2 square for both BC and CB. സോ ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഫിക്സഡ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എക്സ്റ്റേണൽ മൊമെന്റ്സ് കാരണം നമ്മൾ ഫിക്സഡ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടല്ലോ, അതിന്റെ കൂടെ സെറ്റിൽമെന്റ് കാരണമുള്ള ഫിക്സഡ് മൊമെന്റ് വാല്യൂസ് ആണ് ഇത്. അതുകൂടെ നമ്മൾ ആഡ് ചെയ്യും. ആ ചേഞ്ച് മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. ഇനീഷ്യൽ സ്റ്റെപ്പിൽ തന്നെ നമ്മൾ സെറ്റിൽമെന്റ് കാരണമുള്ള ഫിക്സഡ് മൊമെന്റ് വാല്യൂ കൂടെ മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിൽ കൺസിഡർ ചെയ്യും. അത് ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ നമ്മൾ ആഡ് ചെയ്യും. ബാക്കി എല്ലാ പ്രൊസീജിയേഴ്സും സാധാരണ ചെയ്യുന്ന പോലെ തന്നെ വരും. നെക്സ്റ്റ് നമുക്ക് സെറ്റിൽമെന്റ് വരുന്ന ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. So sixth problem, analyze the continuous beam shown in figure by moment distribution method if support B yields by 9 mm. Support B yields by, yields എന്ന് പറഞ്ഞാലും സിങ്ക് പറഞ്ഞാലും
സെറ്റിൽ എന്ന് പറഞ്ഞാൽ ഒക്കെ സെയിം ആണ്. സപ്പോർട്ട് ഈൽഡ് ബൈ 9 mm അല്ലെങ്കിൽ സിങ്ക്സ് ബൈ 9 mm എന്നൊക്കെ പറയാം. സെറ്റിൽ ബൈ 9 mm. സോ ഇവിടെ 9 mm എന്നുള്ളത് നമ്മുടെ ഡെൽറ്റയുടെ വാല്യൂ ആണ് തന്നിട്ടുള്ളത്. Then take EI is equal to 1 into 10 raised to 12 Newton mm square throughout and draw bending moment diagram. So this is our question. There is a continuous beam ABCD. A ഫിക്സഡ് എന്താണ്, അതുപോലെ CD എന്നുള്ളൊരു ഓവർഹാങ് പോർഷൻ ആണ്. സോ ഇതിനകത്ത് സപ്പോർട്ട് ബി സെറ്റിൽ ചെയ്തിട്ടുണ്ട് 9 mm. സോ നമ്മുടെ സപ്പോർട്ട് ബി 9 mm സെറ്റിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ സെറ്റിൽമെന്റിന്റെ എഫക്റ്റ് എങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്കറിയാം ഫിക്സഡ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യണം. നമ്മൾ ഓൾറെഡി തൊട്ട് മുമ്പ് കണ്ടിട്ടുണ്ട്. സെറ്റിൽമെന്റ് കാരണമുള്ള ഫിക്സഡ് മൊമെന്റ് വാല്യൂ ബി എന്ന് പറഞ്ഞ സപ്പോർട്ടാണ് സെറ്റിൽ ചെയ്തിട്ടുള്ളത്. സോ എ ബി കൺസിഡർ ചെയ്യുമ്പോൾ ഫിക്സഡ് മൊമെന്റ് ഡ്യൂ ടു സെറ്റിൽമെന്റ് -6EI ഡെൽറ്റ ബൈ L1 സ്ക്വയർ വരും. ബി സി കൺസിഡർ ചെയ്യുമ്പോൾ ഫിക്സഡ് മൊമെന്റ് ഡ്യൂ ടു സെറ്റിൽമെന്റ്, ദാറ്റ് ഈസ് ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആണ് സപ്പോർട്ടാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. സോ +6EI ഡെൽറ്റ ബൈ L സ്ക്വയർ എന്ന് വരും. സോ ആ ടേം നമ്മളുടെ എക്സ്റ്റേണൽ ലോഡ് കാരണം ഇവിടെ 60 kN ഉണ്ട്, 20 kN/m UDL ഉണ്ട് ബി സിയിൽ. സോ അത് കാരണമുള്ള എക്സ്റ്റേണൽ മൊമെന്റ് ആ ഒരു എക്സ്റ്റേണൽ ലോഡ് കാരണമുള്ള ഫിക്സഡ് മൊമെന്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ നമ്മൾ ഈ സെറ്റിൽമെന്റ് കാരണമുള്ള ഫിക്സഡ് മൊമെന്റ് വാല്യൂ കൂടെ ആഡ് ചെയ്യണം. ഫസ്റ്റ് സ്റ്റെപ്പ് കാൽക്കുലേഷൻ ഓഫ് ഫിക്സഡ് മൊമെന്റ്. ഫസ്റ്റ് നമുക്ക് ഇഐയുടെ വാല്യൂ എഴുതാം. ഇഐ നമുക്ക് ന്യൂട്ടൺ mm സ്ക്വയറിലാണ് തന്നിട്ടുള്ളത്. നമുക്ക് ലോഡും അതുപോലെ സ്പാനൊക്കെ കിലോന്യൂട്ടൺ മീറ്ററിലാണ് തന്നിട്ടുള്ളത്. സോ നമുക്ക് ന്യൂട്ടൺ mm സ്ക്വയറിനെ കിലോന്യൂട്ടൺ മീറ്റർ സ്ക്വയറിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ ന്യൂട്ടണിൽ കൺവേർട്ട് ചെയ്യാൻ 10⁻³ സോ 1 × 10⁻12 1 × 10⁻12 അതുപോലെ എഴുതി. ന്യൂട്ടനെ കൺവേർട്ട് ചെയ്യാൻ 10⁻³ ദെൻ mm സ്ക്വയറിനെ മീറ്റർ സ്ക്വയർ ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 10⁻³ ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് 10⁻6 വരും. സോ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വി ഗെറ്റ് 1000 kN/m². നെക്സ്റ്റ് ഡെൽറ്റ തന്നിട്ടുള്ളത് 9 mm ആണ്. സോ ഇറ്റ് ഓൾസോ കൺവേർട്സ് ടു മീറ്റർ, ദാറ്റ് ഈസ് 9 × 10⁻³ മീറ്റർ, ദാറ്റ് ഈസ് 0.009 മീറ്റർ. നെക്സ്റ്റ് ഫസ്റ്റ് കൺസിഡർ സ്പാൻ എ ബി, ദാറ്റ് ഈസ് M of AB is equal to, ഇവിടെ എക്സെൻട്രിക് ആയിട്ടാണ് കോൺസെൻട്രേറ്റഡ് ലോഡ് ആക്ട് ചെയ്യുന്നത്. ദെർഫോർ ഈ ഒരു ഈ കോൺസെൻട്രേറ്റഡ് ലോഡ് കാരണമുള്ള ഫിക്സഡ് മൊമെന്റ് വി ഹാവ് -WAB² / L². നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു ബി എന്ന് പറഞ്ഞ സപ്പോർട്ടാണ് സെറ്റിൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ബി എന്ന് പറഞ്ഞ സപ്പോർട്ട് 9 mm സെറ്റിൽ ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡ് സപ്പോർട്ടാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. സോ എ ബി കൺസിഡർ ചെയ്യുമ്പോഴും ബി എ കൺസിഡർ ചെയ്യുമ്പോഴും എ ബി എന്ന് പറഞ്ഞ മെമ്പർ എടുക്കുകയാണെങ്കിലും ബി എ മെമ്പർ എടുക്കുകയാണെങ്കിലും അവിടെ റൈറ്റ് ഹാൻഡ് സൈഡ് സപ്പോർട്ടാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. സോ സെറ്റിൽമെന്റ് കാരണമുള്ള ഫിക്സഡ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് മൊമെന്റ് -6EI ഡെൽറ്റ ബൈ L² എന്നാണ് വരിക. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. എ ബി കൺസിഡർ ചെയ്യുകയാണെങ്കിലും ബി സി കൺസിഡർ ചെയ്യുകയാണെങ്കിലും റൈറ്റ് ഹാൻഡ് സൈഡ് സപ്പോർട്ടാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. ദെർഫോർ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും ഫിക്സഡ് മൊമെന്റ് ഉണ്ടാവുക ഡ്യൂ ടു ദാറ്റ് സെറ്റിൽമെന്റ്, ദാറ്റ് ഈസ് -6EI ഡെൽറ്റ ബൈ L². സോ ഈ ഒരു വാല്യൂടെ നമ്മൾ എക്സ്റ്റേണൽ ലോഡ് കാരണമുള്ള ഫിക്സഡ് മൊമെന്റിന്റെ കൂടെ ആഡ് ചെയ്യണം. സോ വി ഗെറ്റ് -60 × 2 × 1² / 3². ദെൻ 6 × ഇയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 1 × 10⁻³ ആൻഡ് ഡെൽറ്റയുടെ വാല്യൂ 0.009 / L² 3². സോ വി ഗെറ്റ് -19.33 kN/m. നെക്സ്റ്റ് നമുക്ക് ബി എ കൺസിഡർ ചെയ്യാം. സോ ബി എ കൺസിഡർ ചെയ്യുമ്പോൾ എക്സ്റ്റേണൽ ലോഡ് കാരണമുള്ള ഫിക്സഡ് മൊമെന്റ് +WA²B/L² ആണ്. അതുപോലെ ഇവിടെയും എ ബി ആണെങ്കിലും ബി എ ആണെങ്കിലും സെറ്റിൽമെന്റ് കാരണമുള്ള ഫിക്സഡ് മൊമെന്റ് -6EI ഡെൽറ്റ ബൈ L² ആണ്. Then values substitute ചെയ്യുക. So we get 20.67 kN/m. നെക്സ്റ്റ് മെമ്പർ ബി സി എടുക്കാം. ബി സിയിൽ UDL ആണ് ആക്ട് ചെയ്യുന്നത്. സോ UDL ആക്ട് ചെയ്യുമ്പോൾ UDL കാരണമുള്ള ഫിക്സഡ് മൊമെന്റ് -WL²/12 ആണ്. ദെൻ ബിയിലെ സെറ്റിൽമെന്റ് കാരണം ബി സിയിൽ വരുന്ന ഫിക്സഡ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സപ്പോർട്ടാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. Therefore, fixed moment clockwise ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് 6EI ഡെൽറ്റ ബൈ L² ആണ്. ദാറ്റ് ഈസ് +6EI ഡെൽറ്റ ബൈ L² ആണ് ഫിക്സഡ് മൊമെന്റ് ഡ്യൂ ടു സെറ്റിൽമെന്റ് ബി സിയിൽ വരിക. ബി സി എടുക്കുകയാണെങ്കിലും സി ബി എടുക്കുകയാണെങ്കിലും ഫിക്സഡ് മൊമെന്റ് ഡ്യൂ ടു സെറ്റിൽമെന്റ് വിൽ ബി 6EI ഡെൽറ്റ ബൈ L². പോസിറ്റീവ് വാല്യൂ ആണ് വരിക. ഓക്കെ, then substitute the values, that is -20 × 6² / 12 +6 × 1 × 10⁻³ × 0.009 / 6² is equal to -58.5 kN/m. Next, M of CB is +WL² / 12. Then again
ബി സി ആണെങ്കിലും സി ബി ആണെങ്കിലും സെറ്റിൽമെന്റ് കാരണമുള്ള ഫിക്സഡ് മൊമെന്റ് 6EA ഡെൽറ്റ ബൈ എൽ സ്ക്വയർ ആണ്. ദെൻ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ വി ഗെറ്റ് -61.5 കിലോന്യൂട്ടൺ മീറ്റർ. ഇനി നമുക്ക് സി ഡി എന്നുള്ള ഓവർഹാങ് പോർഷൻ ഉണ്ട്. സെറ്റിൽമെന്റിന്റെ എഫക്ട് എ ബിയിലും ബി സിയിലും മാത്രമേ വരുള്ളൂ, സി ഡിയിലേക്ക് വരില്ല. തൊട്ടടുത്തുള്ള മെമ്പറിലേക്ക് മാത്രമേ സെറ്റിൽമെന്റ് എഫക്ട് ഉണ്ടാവുള്ളൂ. ദെൻ സി ഡി എന്നുള്ളൊരു ഓവർഹാങ് പോർഷൻ ആണ്. സോ ഈ ഓവർഹാങ് പോർഷനിലുള്ള ലോഡ് കാരണം സി ഡി എന്ന് പറഞ്ഞ മെമ്പറിൽ മൊമെന്റ് ഉണ്ടാവും. സോ 20 × 1 ഹോഗിങ് മൊമെന്റ് ആണ്. therefore -20 × 1 -20 kilonewton meter. That is M of CD. That is MCD is equal to -20 kilonewton meter. Next, calculation of distribution factor. Second step, calculation of distribution factor. So consider joint B. Joint B ൽ രണ്ട് members ആണ് വരുന്നത്, BA and BC. So BA കൺസിഡർ ചെയ്യുമ്പോൾ A എന്നുള്ളതാണ് ഫിക്സഡ് എൻഡ്. A എന്നുള്ളത് ഫിക്സഡ് സപ്പോർട്ട് ആണ്. ഫിക്സഡ് സപ്പോർട്ട് ആയതുകൊണ്ട് 4EI/L ആണ് സ്റ്റിഫ്നെസ് വാല്യൂ വരിക. EI കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 4EI/L 3, that is 1.33 EI. നെക്സ്റ്റ് ബി സി കൺസിഡർ ചെയ്യുക. ബി സി കൺസിഡർ ചെയ്യുമ്പോൾ സി എന്നുള്ളത് റോളർ സപ്പോർട്ട് ആണ്. എൻഡ് സപ്പോർട്ട് റോളർ സപ്പോർട്ട് ആണെങ്കിൽ സ്റ്റിഫ്നെസ് വാല്യൂ 3EI/L ആണ്. സോ ഇവിടെ ലെങ്ത് L 6 മീറ്റർ ആണ്. EI കോൺസ്റ്റന്റ് ആണ്. ദാറ്റ് ഈസ് 3EI/6, ദാറ്റ് ഈസ് 0.5 EI. നെക്സ്റ്റ് കോളം സിഗ്മ കെ, ദാറ്റ് ഈസ് ഒരു ജോയിന്റിൽ വരുന്ന എല്ലാ സ്റ്റിഫ്നെസ് വാല്യൂസും ആഡ് ചെയ്യുക. സോ ഇവിടെ സ്റ്റിഫ്നെസ് വാല്യൂ ഓഫ് BA ആൻഡ് സ്റ്റിഫ്നെസ് വാല്യൂ ഓഫ് BC, ദാറ്റ് ഈസ് 1.33 EI plus 0.5 EI, ദാറ്റ് ഈസ് 1.833 EI. Then distribution factor is equal to K by sigma K. So member BL distribution factor is equal to 1.33 EI by 1.833 EI, that is 0.727. Then BC distribution factor 0.5 EI by 1.833 EI, that is 0.273. നെക്സ്റ്റ് ജോയിന്റ് നമുക്ക് സി എടുക്കാം. സിയിൽ രണ്ട് മെമ്പേഴ്സ് വരും, സി ബി അതുപോലെ സി ഡി എന്നുള്ള ഓവർഹാങ് പോർഷനും. സോ സി ബി കൺസിഡർ ചെയ്യുമ്പോൾ സി ബിയിൽ ബി എന്നുള്ളത് ഒരു കണ്ടിന്യൂസ് സപ്പോർട്ടാണ്. കണ്ടിന്യൂസ് സപ്പോർട്ട് ഫിക്സ്ഡ് ആയിട്ടാണ് വരിക. സോ സ്റ്റിഫ്നെസ് വാല്യൂ 4EI/L. ലെങ്ത് ഓഫ് ദ മെമ്പർ 6 മീറ്റർ ആണ്. ദാറ്റ് ഈസ് 4EI/6 എന്ന് വരും. സി ഡി എന്നുള്ളൊരു ഓവർഹാങ് പോർഷൻ ആണ്. എൻഡ് സപ്പോർട്ട് ഇല്ല, ഫാർ എൻഡിൽ സപ്പോർട്ട് ഇല്ല. സി ഡി എന്നുള്ളൊരു ഓവർഹാങ് പോർഷൻ ആണ്. സോ ഓവർഹാങ് പോർഷനിൽ സ്റ്റിഫ്നെസ് വാല്യൂ 0 ആണ്. therefore സിഗ്മ കെ 4EI/6 തന്നെ വരും. ദാറ്റ് ഈസ് സി ബിയിലെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 1 വരും. സി ഡിയിലെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഇല്ല, 0 ആണ്. സോ സെക്കൻഡ് സ്റ്റെപ്പ് കംപ്ലീറ്റഡ്. നെക്സ്റ്റ് തേർഡ് സ്റ്റെപ്പ് മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ. സോ ഫസ്റ്റ് ജോയിൻസ് എഴുതാം. എ ബി സി ഡി 4 ജോയിൻസ് ആണുള്ളത്. ഇനി ഓരോ ജോയിൻസിൽ വരുന്ന ഓരോ മെമ്പേഴ്സിൽ വരുന്ന ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എഴുതാം. സോ എ ബിയിൽ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 1 ആണ് വരിക, ഒറ്റ മെമ്പറേ ഉള്ളൂ. ദെൻ ബി രണ്ട് മെമ്പേഴ്സ് ഉണ്ട്, BA ആൻഡ് BC. BA ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 0.727ഉം ബി സിയിലെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 0.273 ആണ്. ദെൻ സി ബിയിലെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 1 ആണ്. സി ഡി എന്നുള്ള ഓവർഹാങ് പോർഷൻ ആണ്. സോ സി ഡിയിലെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 0 ആണ്. ദെൻ ഫിക്സഡ് മൊമെന്റ് എഴുതാം. നമ്മളിപ്പോൾ തൊട്ട് ഫസ്റ്റ് സ്റ്റെപ്പിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള ഫിക്സഡ് മൊമെന്റ് വാല്യൂ എഴുതാം. എ ബിയിൽ -19.33, BA 20.67, ബി സിയിൽ -58.5, സി ബിയിൽ 61.5, സി ഡിയിൽ -20. ദെൻ ഇവിടെ നമുക്കറിയാം സി ഡി എന്നുള്ളത് ഓവർഹാങ് പോർഷൻ ആണ്. സോ സി ഡിയിലെ ഫൈനൽ മൊമെന്റ് ആണ് -20. സോ സി ഡിയിലെ മൊമെന്റ് -20 ആണെങ്കിൽ നമുക്കറിയാം സി എന്ന് പറഞ്ഞ ജോയിനിലെ ടോട്ടൽ മൊമെന്റ് 0 ആയിരിക്കണം. സോ സി ബിയിൽ നമുക്ക് 20 കിട്ടണം. സി ഡിയിൽ -20 ആയതുകൊണ്ട് സി ബിയിൽ നമുക്ക് ഫൈനൽ വാല്യൂ 20 ആയിരിക്കണം. സോ നമുക്ക് ഇവിടെ 61.5 കിലോന്യൂട്ടൺ മീറ്റർ ആണുള്ളത്. സോ അതിനെ 20 ആക്കണം. സോ നമുക്ക് -41.5 ആഡ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഇവിടെ 20 വാല്യൂ കിട്ടുള്ളൂ. സോ നമ്മൾ ഈ ഒരു ബാലൻസിങ് സ്റ്റെപ്പിൽ ദാറ്റ് ഈസ് റിലീസ് ചെയ്യാണ്. ഈ ഒരു സി എന്ന് പറഞ്ഞ ജോയിന്റിലെ മൊമെന്റിനെ റിലീസ് ചെയ്യാണ്. സോ ഇവിടെ 61.5 ഉള്ളതിന് നമുക്ക് 20 കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ -41.5 വാല്യൂ ആഡ് ചെയ്തു. ഇവിടെ നമുക്ക് ടോട്ടൽ എടുക്കുമ്പോൾ 20 കിട്ടും. സി ഡിയിൽ നമുക്ക് -20 ആണ്. അപ്പോൾ ഇവിടുത്തെ ഈ ജോയിന്റ് സിയിലെ മൊമെന്റ് ബാലൻസ്ഡ് ആവും. അങ്ങനെ നമ്മൾ ഇവിടെ ഈ സ്റ്റെപ്പിൽ നമ്മൾ ഇവിടെ സി ബിയിൽ എക്സ്ട്രാ നമ്മൾ -41.5 ആഡ് ചെയ്തു. ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത മെമ്പറായ ബി സിയിലേക്ക് ഹാഫ് മൊമെന്റ് ക്യാരി ഓവർ ചെയ്യും. നെക്സ്റ്റ് സ്റ്റെപ്പ് ക്യാരി ഓവർ മൊമെന്റ് ആണ്. സോ ഈ ഒരു -41 പോയിന്റ് ഹാഫ് മൊമെന്റ് -20.75 ബി സി എന്ന് പറഞ്ഞ മെമ്പറിലേക്ക് ക്യാരി ഓവർ ചെയ്തു. ഇനി നമുക്ക് അഗൈൻ ഇനീഷ്യൽ മൊമെന്റ് എഴുതാം. So initial moment is equal to, so this is our initial moment. അപ്പോൾ എ ബിയിൽ ചേഞ്ച് ഒന്നും വന്നില്ല. എ ബിയിലെ ഇനീഷ്യൽ മൊമെന്റ് -19.33 തന്നെ, ബിയിലെ മൊമെന്റ് 20.67, ബി സിയിലും സി ബിയിലാണ് ചേഞ്ച് വന്നിട്ടുള്ളത്. ബി സിയിൽ -58.5 -20.75, ദാറ്റ് ഈസ് -79.25 കിട്ടി. സി ബിയിൽ നമുക്ക് ഇത് ആഡ് ചെയ്യുമ്പോൾ 20 കിട്ടി. സി ഡിയിൽ -20, ഡി എന്നുള്ള ഫ്രീ എൻഡ് ആണ്. സോ വാല്യൂ 0.
സോ സി ഡിയിൽ നമുക്ക് 20, സി ബിയിൽ -20. ഇപ്പോൾ നമ്മൾ സി എന്ന് പറഞ്ഞ ജോയിന്റ് ബാലൻസ്ഡ് ആയി. ഇനി നമുക്ക് ഈ ഒരു സി എന്ന് പറഞ്ഞ ജോയിന്റ് കൺസിഡർ ചെയ്യേണ്ട. ഇവിടെ നമ്മൾ ഫൈനൽ മൊമെന്റ് ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ജോയിന്റ് ബിയിൽ ബാലൻസിങ് ചെയ്യണം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ബാലൻസിങ്. സോ ഇവിടെ നമ്മൾ ബി എന്ന് പറഞ്ഞ ജോയിന്റിലെ ടോട്ടൽ മൊമെന്റ് ആഡ് ചെയ്യാം. സോ 20.67 മൈനസ് 79.25 ചെയ്യുമ്പോൾ we get 58 minus 58.58. മൈനസ് 58.58 ആണ് വരിക. സോ അതിന്റെ ഓപ്പോസിറ്റ് സൈൻ എന്ന് പറഞ്ഞാൽ പ്ലസ് 58.58 വരും. സോ ഈ പ്ലസ് 58.58ന് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ബിയിലെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ അല്ല 0.727 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 58.58നെ 0.727 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വി ഗെറ്റ് 42.58. അതുപോലെ തന്നെ 58.58നെ ബി സിയുടെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ആയിട്ടുള്ള 0.273 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വി ഗെറ്റ് 15.99. ഇനി നമുക്ക് സി എന്ന് പറഞ്ഞ ജോയിന്റിൽ ബാലൻസ് ചെയ്യേണ്ട ഓൾറെഡി നമ്മൾ ഫൈനൽ മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് ക്യാരി ഓവർ മൊമെന്റ്. സോ ബി എയിലുള്ള മൊമെന്റ് എ എന്നുള്ള ഫിക്സഡ് സപ്പോർട്ടാണ്. സോ ഹാഫ് മൊമെന്റ് എ ബിയിലേക്ക് ക്യാരി ഓവർ ചെയ്യും. നെക്സ്റ്റ് ബി സിയിലെ മൊമെന്റ് സി എന്നുള്ളത് ഒരു റോളർ സപ്പോർട്ടാണ്. സോ സി ബിയിലേക്ക് ക്യാരി ഓവർ ചെയ്യില്ല. റോളർ സപ്പോർട്ട് ആയതിനാൽ ക്യാരി ഓവർ മൊമെന്റ് 0 ആണ്. സോ നെക്സ്റ്റ് ക്യാരി ഓവർ മൊമെന്റ്. സോ 42.58ന്റെ ഹാഫ് മൊമെന്റ് എ ബിയിലേക്ക് ക്യാരി ഓവർ ചെയ്തു. അഗെയിൻ ബാലൻസിങ് സ്റ്റെപ്പ് വരും. ബട്ട് ഇവിടെ ബി എന്ന് പറഞ്ഞ ജോയിന്റ് കൺസിഡർ ചെയ്യുമ്പോൾ ബിയിൽ വാല്യൂ ഇല്ല, 0 ആണ്. നമുക്കിവിടെ ക്യാരി ഓവർ വരാത്തത് കൊണ്ട്, ഈ ഒരു പോർഷനിലേക്ക് ക്യാരി ഓവർ ഇല്ലാത്തത് കൊണ്ട് ഇവിടുത്തെ വാല്യൂ 0 ആണ്. സോ ബി എന്ന് പറഞ്ഞ ജോയിന്റിൽ മൊമെന്റ് ഇല്ല. ബാലൻസിങ് ചെയ്യാൻ നെക്സ്റ്റ് നമുക്ക് ഇനി ബാലൻസിങ് ചെയ്യാൻ വാല്യൂ ഇല്ല. സോ ഇവിടെ നമ്മുടെ പ്രൊസീജിയർ സ്റ്റോപ്പ് ചെയ്യാണ്, കാരണം ഇനി ബാലൻസിങ് ചെയ്യാനൊന്നുമില്ല. Therefore ഫൈനൽ മൊമെന്റ് ഇസ് ഈക്വൽ ടു, ഫൈനൽ മൊമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനീഷ്യൽ മൊമെന്റ് മുതലുള്ള എല്ലാ മൊമെന്റ്സും ആഡ് ചെയ്യുക. സോ എ ബിയിലെ ഫൈനൽ മൊമെന്റ് ഇസ് ഈക്വൽ ടു മൈനസ് 19.33 പ്ലസ് 21.29 ദാറ്റ് ഈസ് 1.96 കിലോ ന്യൂട്ടൺ മീറ്റർ. ബി എയിലെ മൊമെന്റ് 20.67 പ്ലസ് 42.58 ദാറ്റ് ഈസ് 63.25 കിലോ ന്യൂട്ടൺ മീറ്റർ. നെക്സ്റ്റ് ബി സിയിലെ ഫൈനൽ മൊമെന്റ് മൈനസ് 79.25 പ്ലസ് 15.99 ദാറ്റ് ഈസ് മൈനസ് 63.25 കിലോ ന്യൂട്ടൺ മീറ്റർ. സി ബിയിലെ ഫൈനൽ മൊമെന്റ് 20 ആൻഡ് സി ഡിയിൽ -20. ഡി ഫ്രീ എൻഡ് ആണ് 0. നമ്മൾ ഫൈനൽ മൊമെന്റ്സ് കാൽക്കുലേറ്റ് ചെയ്തു. മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് സപ്പോർട്ട് സെറ്റിൽമെന്റ് ഉള്ള ഒരു കണ്ടിന്യൂസ് ബീമിനെ നമ്മൾ മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്തു. സോ ഇങ്ങനെയാണ് സെറ്റിൽമെന്റ് ഉള്ള ഒരു കണ്ടിന്യൂസ് ബീമിനെ മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പിൽ മാത്രമാണ് ചേഞ്ച് വരിക. ബാക്കിയെല്ലാം നമ്മൾ സാധാരണ ചെയ്യുന്ന അതുപോലെ തന്നെ വരും. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് ഒരു അഡീഷണൽ ടേം വരും. സെറ്റിൽമെന്റ് കാരണമുള്ള ഫിക്സഡ് മൊമെന്റ് വാല്യൂ കൂടെ നമ്മൾ ആഡ് ചെയ്യണം. ആ ഒരു ചേഞ്ച് മാത്രമേ ഈ ഒരു കേസിൽ വരുന്നുള്ളൂ. സോ നെക്സ്റ്റ് നമുക്ക് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം കൂടെ വരക്കാം. സപ്പോർട്ട് സ്റ്റെപ്പ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം. ഫസ്റ്റ് നമ്മൾ ബേസ് ലൈൻ വരച്ചു, എ ബി സി ഡി മാർക്ക് ചെയ്തു. എ ബിയിലെ വരുന്ന മൊമെന്റ് ആന്റി ക്ലോക്ക് വൈസ് ആണ്. സോ ആന്റി ക്ലോക്ക് വൈസ് മാർക്ക് ചെയ്തു. ആൻഡ് വാല്യൂ മാർക്ക് ചെയ്യാം 1.96. ദെൻ ബി എയിൽ വരുന്ന മൊമെന്റ് ക്ലോക്ക് വൈസ് ആണ് 63.25. സോ ക്ലോക്ക് വൈസ് മൊമെന്റ് മാർക്ക് ചെയ്തു. ദെൻ സി ബിയിൽ വരുന്നത് 20 ക്ലോക്ക് വൈസ് ആണ്. സോ സി ബിയിലെ മൊമെന്റും മാർക്ക് ചെയ്തു. ദെൻ ഡി എന്നുള്ളത് ഫ്രീ എൻഡ് സപ്പോർട്ട് ആണ്. ഫ്രീ എൻഡിലെ മൊമെന്റ് 0 ആണ്. ഫോർവേഡ് വാല്യൂ ഇല്ല, 0 ആണ്. ദെൻ ഇതെല്ലാം നമുക്ക് ജോയിൻ ചെയ്യാം. ദെൻ എ ബിയിൽ എക്സ്റ്റേണൽ ലോഡ് ഉണ്ട്. എക്സെൻട്രിക് ആയിട്ട് കോൺസെൻട്രേറ്റഡ് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. സോ കോൺസെൻട്രേറ്റഡ് ലോഡ് ആക്ട് ചെയ്യുമ്പോൾ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ട്രയാങ്കിൾ ആണ് വിത്ത് മാക്സിമം വാല്യൂ W AB/L ആൻഡ് വാല്യൂ 40 കിലോ ന്യൂട്ടൺ മീറ്റർ. നെക്സ്റ്റ് ബി സിയിൽ യു ഡി എൽ ആണ് ആക്ട് ചെയ്യുന്നത്. യു ഡി എൽ ആക്ട് ചെയ്യുമ്പോൾ മാക്സിമം ബെൻഡിങ് മൊമെന്റ് വാല്യൂ WL²/8 ആണ്. ആൻഡ് ഷേപ്പ് ഓഫ് ദ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം പരാബോളയാണ്. സോ വാല്യൂ 90 കിലോ ന്യൂട്ടൺ മീറ്റർ. സോ ദിസ് ഈസ് അവർ നെറ്റ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. സീഡിന് പോസിറ്റീവ് നെഗറ്റീവ് മാർക്ക് ചെയ്യാം. സോ ഈ നമ്മുടെ എൻഡ് സപ്പോർട്ടിലെ മൊമെന്റ് നെഗറ്റീവ് വാല്യൂസ് ആണ്. സോ അതിന്റെ മുകളിലുള്ള എല്ലാം പോസിറ്റീവ് വാല്യൂസും അതിന്റെ താഴെയൊക്കെ നെഗറ്റീവ് വരും. കാരണം ഈ വാല്യൂസ് ഒക്കെ നെഗറ്റീവ് ആണ്. സോ അതിന്റെ മുകളിലുള്ളതൊക്കെ പോസിറ്റീവ് മാർക്ക് ചെയ്യുക, താഴെയൊക്കെ ഉള്ളത് നെഗറ്റീവ് വരും. ആൻഡ് ദിസ് ബ്ലാങ്ക് പോർഷനിൽ പോസിറ്റീവ് മൊമെന്റും എക്സ്റ്റേണൽ ലോഡ് കാരണമുള്ള പോസിറ്റീവ് മൊമെന്റും നമ്മുടെ സപ്പോർട്ടിലെ മൊമെന്റ് കാരണമുള്ള നെഗറ്റീവ് മൊമെന്റും ബാലൻസ്ഡ് ആയി ന്യൂട്രൽ ആയി പോയി. അതുകൊണ്ടാണ് ഇവിടെ ബ്ലാങ്ക് പോർഷൻ മൊമെന്റ് 0 ആണ്. സോ ദിസ് ഈസ് അവർ നെറ്റ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. സോ നെക്സ്റ്റ് നമുക്ക് പോസിറ്റീവ് നെഗറ്റീവ് മാർക്ക് ചെയ്യാം. എല്ലാവർക്കും പ്രോബ്ലം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.